കൂട്ടുകാരെ 2 ദിവസത്തുള്ള വീഡിയോ ഞാനിങ്ങോട്ട് അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എടുത്തതിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഇതിൽ ചെറുതായിട്ടൊരു ഷോർട്ടൊക്കെ എടുത്തിരുന്നു. ഒക്കെ അങ്ങോട്ട് തട്ടിക്കൂട്ടി ഇതിൽ ഇട്ടുന്നുണ്ട്. അപ്പോൾ കാണുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ, വീഡിയോ കാണുന്നവർ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രമാണ്, ഇത് നമ്മുടെ പൈങ്കുളങ്ങര ക്ഷേത്രം കേട്ടോ. ഞങ്ങൾ ഈ മിനിഞ്ഞാന്ന് വൈകുന്നേരത്ത് കുട്ടികളെ കൊണ്ടുപോയതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തപ്പോൾ അതിൽ ഞാൻ അപ്ലോഡ് ആക്കാൻ കേട്ടോ. ക്ഷേത്രത്തിൽ വൃശ്യമാസം ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ ആളുകളുടെ ക്ഷേത്ര പരിസരത്തിൽ ഓരോ ആളുകളുടെ പൂജയാണ്. അപ്പോൾ അന്ന് ക്ഷേത്രത്തിൽ നല്ല പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. വൃശ്യമാസം 41 ദിവസം ഉണ്ട്, പിന്നെ നല്ല പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അന്ന് തന്നെ ഭിക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അന്നത്തെ ദിവസം ഉപ്പുമാവും കടലക്കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഇന്നലെ ഞങ്ങൾ കുട്ടീനെ സൂചിപ്പിക്കാൻ വേണ്ടി പോയതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഹെൽത്ത് സെൻ്ററാണ്. സെൻ്റർ പുളയ്ക്കൽ, നമ്മുടെ നാട്ടിൽ തന്നെ തിരുവാലി പഞ്ചായത്തിലാണ് ഉള്ളത് കേട്ടോ, പുളയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ ഒരുവിധം കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു ജിം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരാളൊന്ന് ചാടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ ആടി കളിക്കാനുള്ള ഇതൊക്കെ ഓരോ വാമപ്പിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ളതാണ്. മുതിർന്നവർക്കൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ കണ്ടപ്പോൾ വേഗം ഊഞ്ഞാൽ കണ്ടപ്പോൾ ഏട്ടനും ഉണ്ടായിരുന്നു. അപ്പം ഏട്ടനെ ചാരുവിനെ ഊഞ്ഞാലിലേക്ക് കൊണ്ടുപോയപ്പോൾ വേഗം ഓടിച്ചു തന്നിട്ടോ പാറും. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സൗകര്യമുണ്ട് ഹെൽത്ത് സെൻ്ററിൽ. നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടോ ഹെൽത്ത് സെൻ്ററിൽ? ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഇത് നല്ലൊരു കാര്യമായിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് അവിടെ പോയി ഇരിക്കാനും കാര്യങ്ങൾക്കും കുട്ടികളൊക്കെ കൊണ്ടുവരുന്നവർക്കൊക്കെ ഇത് നല്ലൊരു സൗകര്യമായിട്ടുണ്ട്. പിന്നെ നല്ല ഹെൽത്ത് ഫുൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിന്നെ പാറുവിനെ അങ്കലവാടിയിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് മടങ്ങി കേട്ടോ. പിന്നെ വൈകുന്നേരത്ത് ഞാൻ കൊണ്ടുവരാൻ പോയപ്പോൾ ടീച്ചറും കുട്ടികളെല്ലാവരും പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം നോക്കിയപ്പോൾ ടീച്ചറുടെ കയ്യിൽ 3 അച്ചിങ്ങയുണ്ട്. ടീച്ചർ അമ്മാനാടി കാണിച്ചു കൊടുക്കുക കേട്ടോ കുട്ടികൾക്ക്. ഇത് നമ്മുടെ അങ്കലവാടിയിലെ ടീച്ചറാണ്, ജയ ടീച്ചർ. ടീച്ചർ അമ്മാനാടി. അതുപോലെ തന്നെ ഇവിടെ വള്ളിച്ചാട്ടം ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഏറെ കുറേ കളിച്ചു വരുന്ന കളികളാണ് അമ്മാനം, കൊത്തക്കല്ല്, വള്ളിച്ചാട്ടം, ഇതൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്ത് കാണിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തൊക്കെയാണ് കേട്ടോ പോയത് വേഗം. അങ്ങനെ ടീച്ചർ അങ്ങനെ അച്ചിങ്ങ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബോൾ എടുത്ത് വന്ന് ബോൾ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. അത് കണ്ട് കുട്ടികളും കൈയടിക്കുക, കുട്ടികൾ ചാടുമ്പോൾ ബോൾ എടുക്കാൻ ഓടുകയാണ് കേട്ടോ. കുട്ടികൾക്കും തന്നെ അതൊരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പി അല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണെന്ന് തന്നെ ശരിക്കും അറിയില്ല കേട്ടോ. അച്ചിങ്ങ കൊണ്ട് അമ്മാനാടലും ഇതൊക്കെ ഒരുവിധം കുട്ടികളൊന്നും കളിക്കാറില്ല. ഇപ്പം നല്ല പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ പോവുകയാണല്ലോ. നമ്മളും തന്നെ കുട്ടികളെ കളിപ്പിക്കാനും നോക്കലൊന്നും ഇല്ലല്ലോ. ഇവിടെ ഞാനിടയ്ക്ക് അച്ചിങ്ങ കിട്ടിയാൽ പറഞ്ഞുകൊണ്ട് അച്ചിങ്ങ കൊണ്ട് അമ്മാനാടി കൊടുക്കുമെന്ന് പറയുന്നത്. കൊത്തക്കല്ല് കളിക്കുന്നതൊക്കെ വീഡിയോകൾ ഇന്ത്യയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ കൊത്തക്കല്ല് ഇതൊക്കെ കളിക്കലുണ്ട് കേട്ടോ നിങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ നോക്കിയാൽ ഞാനെന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുവേ. അധികം വലിയ വ്ളോഗേഴ്സ് ചെയ്യണ പോലുള്ള വീഡിയോസൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിതൊരു തട്ടിമുട്ടി കലക്കിയൊരു വീഡിയോ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ എന്തായാലും നമ്മളെ അറിയിക്കുക. പിന്നെ നമ്മുടെ അങ്കലവാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈങ്കുളം അങ്ങനെ തന്നെ തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്.
അങ്കലവാടിയിട്ട് അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല, കുറച്ചൊന്ന് നടക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പം ടീച്ചറാണ്. ടീച്ചർ വള്ളിച്ചാട്ടമൊക്കെ ചാടി കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ചാടണം കണ്ടപ്പോൾ നമുക്കും തന്നെ കൊതിയാവുക. പണ്ടത്തെ ഇത് ഇപ്പോൾ ഇതൊക്കെ ചാടാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു മടിയാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്ത് ഇന്നത്തെ ദിവസങ്ങൾ വൈകുന്നേരത്ത് നമ്മുടെ തൊട്ട് എടുത്തുള്ള കണ്ടത്തിൻ്റെ ആടുകളാണ് കേട്ടോ. അപ്പോൾ അവരെങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. ഞാനും പാറൊക്കെ എന്ന അമ്പലത്തേക്ക് പോകുന്നതാണ്. ശിവായ നമ ഓം നമ ശിവായ നമ ശിവായ ശിവായ നമ ഓം നമ ശിവായ ശിവായ നമ ശിവായ നമ ഓം നമ ശിവായ ഓം നമ ശിവായ ശിവായ നമ ഓം നമ ശിവായ ശിവായ നമ ഓം ശിവായ നമ ഓം നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ ശിവായ ഓം നമ ശിവായ ശിവായ നമ ഓം. അങ്ങനെ വൈകുന്നേരം വന്ന് എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോൾ ഏട്ടൻ അവിടെ ഗെയിം കളിക്കണ്ടായിരുന്നു. ഈ ഗെയിമൊക്കെ കളിച്ച ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് അടിച്ചോളൂ കേട്ടോ, കട്ട ഫോണിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരിക്കും എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ വാച്ച് ചെയ്ത എൻ്റെ എല്ലാ മുത്തുമണികളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണേ. എപ്പോഴും ഒപ്പം കൂടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ ഓരോ ദിവസം തട്ടിമുട്ടി എന്ന പോലെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.